ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു സ്റ്റോറീസ് ബൈ ഹീര. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലേക്ക് ഞാൻ റീസെൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 ഗുഡ് ഹാബിറ്റ്സ് ആണ്. സോ ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് യുവർ ഡേ ഏർലി. രാവിലെ എണീക്കുക, അത്ര തന്നെ. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് എൻ്റെ വർക്ക് റിലേറ്റഡ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂൾ ആകെ തെറ്റിക്കിടക്കുമായിരുന്നു. കുറച്ച് നാളായിട്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് നേരെയാക്കി രാവിലെ എണീക്കാൻ തുടങ്ങിയത്. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ സെൽഫ് കെയറിന് അത്യാവശ്യം നല്ല രീതിയിൽ സമയം കിട്ടുന്നുണ്ട്. ഒരു സ്ലോ മോർണിംഗ് ആയിട്ട് ഞാൻ അധികം ബ്രഷ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കെയർ ഹെയറിന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്തു, മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഹെയർ കെയറിന് ചെയ്യുമ്പോൾ അധികം പണിയെടുക്കാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് താളിയാണല്ലോ. അങ്ങനെ താളിക്ക് ചെമ്പരത്തിയുടെ ഇലയൊക്കെ പറിച്ച് സെറ്റാക്കി. അപ്പോഴേക്കും എൻ്റെ പ്രൊഡക്റ്റ് എണീറ്റു. അങ്ങനെ സ്ലോ മോർണിംഗ് എന്നുള്ളത് റഷ് മോർണിംഗ് ആയി. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞപ്പനൊന്ന് പുന്നാരിച്ച് കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ആളൊന്ന് ഹാപ്പിയാക്കി. രാവിലെ തന്നെ അച്ഛനും അമ്മയും ജോലിക്ക് പോകണം തന്നെ. കുഞ്ഞപ്പന് ബോറടിച്ചിട്ടാണോ എന്നറിയില്ല, പിന്നെ ഒക്കത്തുനിന്ന് മാറില്ല ചക്കൻ. പിന്നെ അത്യാവശ്യം എല്ലാ പണിയും അവൻ ഒക്കത്ത് വെച്ചെന്നെ. രാവിലെ അങ്ങനെ കണ്ണങ്കായുടെ കുറുക്കാണെന്ന് കൊടുക്കണേ. എല്ലാ ദിവസവും മാറി മാറിയായിരിക്കും, അല്ലെങ്കിൽ ബോറടിക്കും ആൾക്ക്. പെട്ടെന്ന് ബോറടിക്കും. ഫുഡ് കൊടുക്കുന്ന ടൈമിൽ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ച് തന്നെ പുറത്ത് നിന്നാണ് കുറുക്കൊക്കെ കൊടുക്കുന്നത്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ആൾ ഫുള്ളായിട്ട് കഴിച്ചുകൊണ്ട് ഒരു സംതൃപ്തി. ഫുഡൊക്കെ കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എണ്ണയൊക്കെ തേപ്പിച്ച് പയ്യെ ബാത്റൂമിലോട്ട് കയറ്റി. മഴക്കാലത്ത് കുറച്ച് കുളിക്കാൻ മടിയാണെങ്കിലും ഉള്ളി കയറി കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. അതെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ലോഷൻസും പൗഡറൊക്കെ ഇച്ചിരി ഇടും. ലോഷൻ യൂസ് ചെയ്യണത് സെബാമെഡും, പൗഡർ ജസ്റ്റ് ഒന്ന് കാലിലും കയ്യിലും ജസ്റ്റ് ഒരു സ്മെല്ലിട്ടാൻ വേണ്ടി ഹിമാലയയുടെയാണ് യൂസ് ചെയ്യുന്നത്. അതെങ്കിൽ ആളെ ഡ്രസ്സൊക്കെ ചെയ്ത് ആളൊന്ന് ഉറക്കി ഞാൻ വർക്കിനും കയറി. അങ്ങനെ ഇങ്ങനെയൊക്കെയോ വൈകുന്നേരമായി. ലോഗ് ഓഫൊക്കെ ചെയ്തു. വൈകുന്നേരം ഒരു 5:45 ആകുമ്പോഴേക്കും അമ്മ വർക്ക് കഴിഞ്ഞ് വരും. ആൾ പിന്നെ വെയിറ്റിംഗ് ആയിരിക്കും അമ്മമ്മയ്ക്ക് വേണ്ടി. അമ്മമ്മ വന്നാൽ പിന്നെ ആൾ ഭയങ്കര ഹാപ്പി. ഹായ് പറയോ വ്ളോഗാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഹാബിറ്റാണ് ഈവനിങ് വാക്ക്. അങ്ങനെ ഈവനിങ് വാക്കൊക്കെ പോകാൻ ഷൂ ഒക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുക. ഇത് കാര്യം ഒരു തമാശയ്ക്കെന്ന് പറയുമ്പോൾ ഒരു ദിവസം വെറുതെ ഇറങ്ങി, അങ്ങനെ ഇറങ്ങിയതാണെങ്കിലും പിന്നെ എല്ലാ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം രസമുണ്ട്. പിന്നെ ഷൂ ഇടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെരുപ്പില്ലാത്തതുകൊണ്ടാണ്. ആക്ച്വലി കുറച്ച് നാളായിട്ടുള്ളൂ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചെരുപ്പ് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല, ഷൂ ആണുള്ളത്. അപ്പോൾ ഷൂ ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. കൊതുകിൻ്റെ ശല്യം നല്ലോണമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തുടങ്ങിയൊരു ഹാബിറ്റാണ് സ്റ്റാർട്ട് ലേണിങ് സംതിങ് ന്യൂ. ഞാനൊരു IT ഇൻഡസ്ട്രിയിലായതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ടെക്നോളജീസായിട്ട് അപ് ടു ഡേറ്റ് ആയിരിക്കണം. സോ ഞാൻ ഇത്ര നാളും കുറച്ച് ഉഴപ്പിയെങ്കിലും ഇപ്പോഴാണ് ഞാൻ ഒന്ന് എല്ലാ ദിവസവും ഒരു 1 hour ഞാൻ ലേണിങ്ങിന് വേണ്ടി മാറ്റിവയ്ക്കും. IT ഇൻഡസ്ട്രിക്കാർക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു പുതിയ ദിവസം പുതിയൊരു കാര്യം ഇറങ്ങിയിരുന്നാൽ നല്ലതല്ലേ. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന 3 ഗുഡ് ഹാബിറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ.